നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിന്റെ മൈക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നതാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 മാർക്കിന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഇന്ന് നമുക്ക് നോക്കാം. ടോപ്പിക് ഇതാണ്: റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് തോതനുസരിച്ചുള്ള പ്രത്യായം. റിട്ടേൺസ് ടു സ്കെയിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു തിയറിയാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിച്ചത്. അത് നമുക്കറിയാം, അതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരുന്നു. ആണല്ലോ, നിങ്ങളത് കണ്ടു കഴിഞ്ഞതാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം. 5 മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടും മനസ്സിലാകണമെങ്കിൽ കൃത്യമായിട്ട് അവസാനം വരെ കാണുകയും ഒരു ലൈക്ക് ചെയ്യുകയും നടത്തിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചെയ്തു വെച്ചാൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തിയറി. റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തിയറി. റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ തോതനുസരിച്ചുള്ള പ്രത്യായം എന്നത് എന്താണ്? ഒരു ദീർഘകാല ഉൽപാദന ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? ഒരു ദീർഘകാല ഉൽപാദന ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇൻ ദ ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഓക്കെ, ഇൻ ദ ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഷോർട്ട് റണ്ണിലാണെങ്കിൽ നമുക്കറിയാം, ഇൻ ദ ഷോർട്ട് റൺ സം ഫാക്ടേഴ്സ് ആർ ഫിക്സ്ഡ് ആൻഡ് അതേഴ്സ് ആർ വേരിയബിൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. നേരെ മറിച്ച് ഓൺ അതർ ഹാൻഡ് ഇൻ ദ ലോങ് റൺ all the factors of productions are variable. Okay, returns to scale is a long run production function. In the long run all factors are variable. Returns to scale അഥവാ തോതനുസരിച്ചുള്ള പ്രത്യായം ഒരു ദീർഘകാല ഉൽപാദന ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? ദീർഘകാല അളവിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും, അതായത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ. ഈ ഉൽപാദന ഘടകങ്ങളെല്ലാം എന്താണ്? വേരിയബിൾ ആയിരിക്കും, അതായത് വിഭേദകങ്ങളായിരിക്കും. ഇൻ ദ ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ വേരിയബിൾ. ദീർഘകാലയളവിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും എന്താണ്? വിഭേദക ഘടകങ്ങളായിരിക്കും. when all inputs are changed or increased in the same proportion, TP responds in 3 different ways. ഓക്കെ, ഇൻ ദ ലോങ് റൺ അല്ലെങ്കിൽ ഇൻ ദ റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? when all the inputs are changed in the same proportion. അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉൽപാദനം നടത്തുമ്പോൾ എല്ലാ ഉൽപാദന ഘടകങ്ങളും ആരാണ്? വിഭേദകങ്ങളാണ്, അതായത് വേരിയബിൾ ആണ്. അങ്ങനെ എല്ലാ ഇൻപുട്ടുകളെയും അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിനെയും ചേഞ്ച് ചെയ്തുകൊണ്ട്, മാറ്റം വരുത്തിക്കൊണ്ട്, എങ്ങനെയുള്ള മാറ്റമാണ് വരുത്തുന്നത്? സെയിം പ്രൊപ്പോർഷനിലാണ് മാറ്റം വരുത്തുന്നത്. അങ്ങനെ സെയിം പ്രൊപ്പോർഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപാദനം തുടരുകയാണെങ്കിൽ ഉൽപാദകന്റെ ടോട്ടൽ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് TP, റെസ്പോൺസ് ഇൻ 3 different ways. ഓക്കെ, 3 different waysല് 3 വ്യത്യസ്ത രീതികളിൽ ഉൽപാദകന്റെ ടോട്ടൽ പ്രോഡക്റ്റ് റെസ്പോണ്ട് ചെയ്യും, പ്രതികരിക്കും. അതാണ് നമ്മൾ ഈ റിട്ടേൺസ് ടു സ്കെയിലിൽ കാണാൻ പോകുന്നത്. ഒരിക്കൽ കൂടി പറയാം, റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻ ദ ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. when all the inputs are changed in the same proportion, TP responds in 3 different ways. Okay, അതായത് തോതനുസരിച്ചുള്ള പ്രത്യായം ഒരു ദീർഘകാല ഉൽപാദന ധർമ്മമാണ്, അല്ലെങ്കിൽ ദീർഘകാല ഉൽപാദന ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. ദീർഘകാലയളവിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും വിഭേദകങ്ങളാണ്.
അങ്ങനെ എല്ലാ ഉൽപാദന ഘടകങ്ങളിലും അല്ലെങ്കിൽ ഇൻപുട്ടുകളിലും മാറ്റം വരുത്തി സെയിം പ്രപ്പോർഷനിൽ ഒരേ അളവിൽ മാറ്റം വരുത്തി ഉൽപാദനം നടത്തുമ്പോൾ TP അതായത് മൊത്തം ഉൽപ്പന്നം 3 വ്യത്യസ്ത രീതികളിൽ റെസ്പോണ്ട് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. അത് താഴെ കൊടുക്കുന്നു. They are first one increasing returns to scale, that is IRS. Second one constant returns to scale, that is CRS. Third one diminishing or decreasing returns to scale, that is DRS. ഓക്കെ, അപ്പോൾ റിട്ടേൺസ് ടു സ്കെയിലിൽ 3 രീതികളിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ആ 3 രീതികൾ, ഒന്നാമത്തേത് IRS ആണ്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, വർദ്ധമാന തോതനുസരിച്ചുള്ള പ്രത്യായം എന്നാണ് മലയാളം, അല്ലെങ്കിൽ വർദ്ധിത തോതനുസരിച്ചുള്ള പ്രത്യായം എന്നും പറയാം. രണ്ടാമത്തേത് CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, സമമായ തോതനുസരിച്ചുള്ള പ്രത്യായം. മൂന്നാമത്തേത് ഡിമിനിഷിംഗ് ഓർ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ദാറ്റ് ഈസ് DRS, അതായത് അപചയ തോതനുസരിച്ചുള്ള പ്രത്യായം അല്ലെങ്കിൽ കുറഞ്ഞ തോതനുസരിച്ചുള്ള പ്രത്യായം. എന്താണ് ഇത് 3 എന്ന് നമ്മളൊന്ന് എലാബറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നതാണ്. Increasing returns to scale is a situation in which proportionate change in all the inputs result more than proportionate change in output. എന്താ പറയുന്നത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് വർദ്ധമാന തോതനുസരിച്ചുള്ള പ്രത്യായം എന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പ്രൊപ്പോർഷണേറ്റ് ഇൻക്രീസ് ഓർ ചേഞ്ച് ഇൻ ദ ഓൾ ഇൻപുട്സ് റിസൾട്ട് മോർ ദാൻ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് ഒരു ആനുപാതിക മാറ്റം ഇൻപുട്ടിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിൽ, ഉൽപാദന ഘടകങ്ങളിൽ ആനുപാതികമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മാറ്റം ഉൽപ്പന്നത്തിൽ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാ മനസ്സിലാക്കിയത്? അതായത് ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ചാണല്ലോ നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം ഉൽപ്പന്നത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം മാറ്റത്തെയാണ് നമ്മൾ വർദ്ധിത അല്ലെങ്കിൽ വർദ്ധമാന തോതനുസരിച്ചുള്ള പ്രത്യായം അഥവാ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. എങ്ങനെയാ പഠിച്ചത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ് results more than proportionate change in output. It is called increasing returns to scale. ക്ലിയർ അല്ലേ? അതായത് ഉൽപ്പന്നത്തിൽ മാറ്റം ഉണ്ടാകുന്നു. എങ്ങനെയുള്ള മാറ്റം ഉണ്ടാകുന്നത്? വർദ്ധിച്ച മാറ്റമാണ് ഉണ്ടാകുന്നത്. ഏതിനേക്കാൾ? ഇൻപുട്ടിൽ ഉണ്ടാക്കിയ മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ IRS എന്ന് പറയും. രണ്ടാമത്തേത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നതാണ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് the input, the proportionate change in input become equal change in output. It is called കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് ഇൻപുട്ടിൽ ഉണ്ടായ മാറ്റത്തിന് സമമായ മാറ്റം, ഈക്വൽ ആയിട്ടുള്ള മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ CRS അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് become equal proportionate change in output. ഓക്കെ, അപ്പോ ഇൻപുട്ടിൽ ഉണ്ടായ മാറ്റത്തിന് സമമായ ഒരു മാറ്റം ഔട്ട്പുട്ടിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമമായ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നത്. ക്ലിയർ അല്ലേ? മൂന്നാമത്തേത് നോക്കാം. ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ DRS എന്നതാണ്.
Decreasing returns to scale is a situation in which proportionate increase in input or proportionate change in input causes less than proportionate change in output. Clear ചെയ്യണം. Less than proportionate change in output. എങ്ങനെ പറഞ്ഞത്? Decreasing returns to scale. Decreasing returns to scale is a situation in which the proportionate change or increase in the input become less than proportionate change in output. എങ്ങനെയാണ്? അതായത് ഇൻപുട്ടിൽ ഉണ്ടായ ആനുപാതിക മാറ്റത്തിനേക്കാൾ ലെസ് ദാൻ ആയിട്ടുള്ള കുറഞ്ഞ ഒരു ആനുപാതിക മാറ്റമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ DRS അഥവാ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. അതായത് DRS എന്ന് പറയുന്നത് എന്താണ്? DRS എന്ന് പറയുന്നത് ഇൻപുട്ടിൽ ഉണ്ടായ മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ DRS എന്ന് വിളിക്കുന്നു. ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ proportionate change in input become less than proportionate change in output is called DRS. മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഞാനത് മലയാളത്തിൽ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അതായത് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നും അതുപോലെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നും റിട്ടേൺസ് ടു സ്കെയിലിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ? ഇൻപുട്ടിൽ ഉണ്ടായ മാറ്റത്തിനേക്കാൾ കൂടുതൽ ആനുപാതിക മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ IRS എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇൻപുട്ടിൽ ഉണ്ടായ മാറ്റത്തിന് സമമായ മാറ്റം, ഈക്വൽ ആയിട്ടുള്ള ഒരു ആനുപാതിക മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ CRS അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വിളിക്കും. മൂന്നാമത്തേത് ഇൻപുട്ടിൽ ഉണ്ടായ മാറ്റത്തിനേക്കാൾ കുറഞ്ഞ ആനുപാതിക മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? DRS അഥവാ ഡിക്രീസിംഗ് ഓർ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വിളിക്കും. മക്കളെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ചിലപ്പോൾ ഈ ചോദ്യം 3 മാർക്കിന് ചോദിക്കുന്നത് എങ്ങനെയാണ്? അതായത് റിട്ടേൺസ് ടു സ്കെയിലിന്റെ 3 തരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ IRS, CRS, DRS എന്ന് എഴുതി വെച്ചാൽ 3 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി അതല്ല, റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് നേടാം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതട്ടെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.